എത്ര പേരാന്നറിയോ നാട്ടുകാരെ പൈസ കൊണ്ടുപോയി തിന്നണേ? എത്ര മനുഷ്യന്മാരാന്നറിയോ സുഹൃത്തിന്റെ പൈസ കൊണ്ടുപോയി കുടുംബം നോക്കുന്നത്? ഇന്ന് പൊതുവെയുള്ള ഒരു ധാരണ എന്താണെന്നറിയാവോ? അവധി 3 മാസം പറഞ്ഞു, 6 മാസമായി, 10 മാസമായി, ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഓനോട് റോഡ് സൈൻ വെച്ചല്ലേ നമുക്കൊരു കണക്കില്ലായിനോ? ഉടനെ തിരിഞ്ഞു നിട്ടുകൊണ്ട് അറിയും, ഞാനേട്ടും പോകുന്നില്ല ചങ്ങായി, ഉള്ളപ്പം അങ്ങോട്ട് തരും, കൊടുത്ത് കുറ്റാപ്പോ. എന്നിട്ട് അവനാന്റെ കുടുംബം നോക്കാൻ ആരാന്റെ വേർപ്പ് തുള്ളി കൊണ്ട് നോക്കുന്നവരുണ്ട്. തിരുപ്പന്മാര് അവിടുന്ന് വാങ്ങി ഇവിടെ കൊടുത്ത്, ഇവിടുന്ന് വാങ്ങി അവിടെ കൊടുത്ത്, അവിടുന്ന് വാങ്ങി ഇവിടെ കൊടുത്ത്, അമ്മായിന്റെ പാദസരം വളയം വെച്ച് അവിടെ കൊടുത്ത്, അതെടുത്തിട്ട് ഇളയമന്റെ താലി അല്ലെങ്കിൽ മഹർ വാങ്ങി ഇവിടെ വെച്ച്. അള്ള ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഉലമാക്കൾ പറഞ്ഞൊരു വാക്കുണ്ട്, ആരാന്റെ മോൺ പല്ലിനേക്കാൾ നല്ലത് അവനാന്റെ മോണയാണ്. പട്ടിണി കിടക്കേണ്ടി വന്നാലും ബാധ്യതകൾ വെച്ച് മരിച്ചു പോരുത്. ഇത് സാമ്പത്തിക രംഗത്ത് കടമേഖലയിൽ മാത്രമല്ല, കൂട്ടുകക്ഷി ബിസിനസിന്റെ രംഗത്തുണ്ട്. നേരെ ഓനൊരു ബിസിനസ് അങ്ങോട്ട് തുടങ്ങും, നാടൊട്ടുക്കും അങ്ങോട്ട് പരസ്യം കൊടുക്കും. വേണ്ടപ്പെട്ട പൈസക്കാരായ കുടുംബക്കാരെ എളാപ്പാരോടൊക്കെ പറയും, ഞാനേ ഒരു ബിസിനസ് തുടങ്ങുന്നുണ്ട്, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ മതി, ഞാൻ നടത്തിക്കോളും, മാസങ്ങൾക്ക് ഞാൻ ലാഭം തരും. സ്വന്തം ചോരയാണല്ലോ എന്ന് കരുതിയിട്ട് ചില എളാപ്പാര് പൈസ കൊണ്ടിച്ചിടും. നോക്കണ്ടെന്ന് ഓൻ ആദ്യമേ പറഞ്ഞതുകൊണ്ട് കോടെ കൈയെടുത്തൂല. 5 മാസം കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞ് കൊല്ലൊന്ന് കഴിഞ്ഞ് ലാഭവുമില്ല മിച്ചവുമില്ല. അവസാനം ചോദ്യം ചോദിച്ചപ്പോഴേക്കും കുറ്റായി, എന്തേ അളിയാക്ക കണക്ക് വഹിച്ചാന്ന്. അവസാനം കുടുംബം പിണങ്ങി. ആരാന്റെ ഹക്കിന്റെ മുതൽ കൊണ്ടടക്കുന്നവനുണ്ട്. അവസാനം മധ്യസ്ഥന്മാര് പറഞ്ഞപ്പോ പറഞ്ഞു, കച്ചവടം പൊളിഞ്ഞതാ. ആരിത് പൊളിഞ്ഞു? കൂടെ പൈസ ഇറക്കിയ കുടുംബക്കാരന്റെ പൊളിഞ്ഞു. നടത്തിയോൻ ഇപ്പോഴും ആ പൈസ കൊണ്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ സ്വന്തം കുടുംബവും മക്കളും തീറ്റിക്കുന്നതേ ഹക്കല്ലാത്ത മുതലാ. അത് കണക്ക് പറഞ്ഞ് അതിരിട്ട് കല്ല് പുറത്തേക്കിട്ട് കെട്ടിയ പറമ്പായാലും ശരി, 1 ഉറുപ്പ്യനെ കൂട്ടിക്കൊണ്ടോന്ന് ചതിച്ചിട്ടുണ്ടാക്കിയ മുതലാണെങ്കിലും ശരി, കടം വാങ്ങിക്കൊണ്ടോന്ന് മക്കളെ സപ്രമഞ്ചക്കട്ടിൽ കൊട്ടാരത്തിൽ നോക്കി ടൂർ നടത്തിയാലും ശരി, ആരാന്റെ മുതൽ കൊണ്ടിച്ചിട്ട് ഹക്കല്ലാത്ത മുതലുകൊണ്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ ഒരു വക്ത് പടച്ചോന്റെ അടുത്തേക്ക് എത്തുന്നില്ല എന്ന് മാത്രല്ല, മരിച്ചു കഴിഞ്ഞ പടച്ചോന്റെ കബറിൽ തൊലിന്റെ അടിയിലുള്ള മാംസം അങ്ങനെ വിറപ്പിച്ചോണ്ടിരിക്കുന്ന വെന്തുകൊണ്ടിരിക്കുന്ന ഹബീബ നബി തങ്ങൾ പറഞ്ഞതാ.